ദേശീയപാത 183 കൊടുകുത്തിക്ക് സമീപം ചാമപ്പാറ വളവിൽ അപകടം. വാഹനാപകടങ്ങൾ പതിവായിട്ടും അധികാരികൾക്ക് അനക്കമില്ല. തീർത്ഥാടന കാലം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിടും മുമ്പേ 3ഓളം അപകടങ്ങളാണ് ഈ കൊടുംവളവിൽ ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ട് പാതയോർത്ത് കൂട്ടിയിട്ടിരുന്ന കരിങ്കൽ കൂട്ടത്തിൽ ഇടിച്ച് കയറി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കുഴിയിലേക്ക് പതിക്കാതിരുന്നതിനാൽ വൻ അപകടമാണ് വഴിമാറിയത്. നാളുകളായി ഈ കൊടുംവളവിൽ അപകടങ്ങൾ പതിവാണ്. നിരവധി ജീവനുകളും ഇവിടെ അപകടത്തിൽ പൊലിഞ്ഞിട്ടുണ്ട്. ഈ വളവിൽ ആകെ അധികൃതർ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ മാർഗം പാതയോർത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ലുകൾ മാത്രമാണ്. പലപ്പോഴും വളവിൽ നിയന്ത്രണം വിടുന്ന വാഹനങ്ങൾ യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കരിങ്കൽ കൂട്ടത്തിൽ തട്ടി നിൽക്കുന്നത്. പാതയുടെ വശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ലുകളിൽ പാതിയും വാഹന അപകടത്തെ തുടർന്ന് കുഴിയിലേക്ക് പതിച്ചിരിക്കുകയാണ്. അധികവും അപകടത്തിൽപ്പെടുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനയാത്രക്കാരാണ്. അപകട വളവ് എന്ന മുന്നറിയിപ്പ് നൽകുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിഗ്നൽ ലൈറ്റ് പാതയോർത്ത് സ്ഥാപിച്ചെങ്കിലും 6 മാസം പിന്നിടും മുമ്പ് മിഴിയടച്ചു. ശബരിമല തീർത്ഥാടന കാലത്താണ് ഇവിടെ ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകാറുള്ളത്. പാതയിലെ അപകട സാധ്യത മുന്നറിയിപ്പ് നൽകുന്നതിന് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലുള്ള സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും കരിങ്കൽ കൂനകൾക്ക് പകരം സ്ഥിരമായി സുരക്ഷാ ക്രമീകരണം വളവിൽ ഒരുക്കണമെന്നുമുള്ള ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. എന്നാൽ അധികാരികൾക്ക് മാത്രം ഈ പാതയിലെ അപകടക്കെണി തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.